അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരെ, നബിന്റെ ഇഷ്ടക്കാരെ, നമ്മളൊക്കെ നബിയുടെ മൗലൂദും നബിയുടെ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നവരല്ലേ. ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ഫലങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയും എത്ര പറഞ്ഞാലും മതിയാവുകയില്ലല്ലോ, കേട്ടാലും മതിയാവുകയില്ലല്ലോ. അതിന്റെ മാസമല്ലേ ഈ മാസം റബീഉൽ അവ്വൽ. നമുക്ക് ചെറിയൊരു വിവരണം ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ അറിയുക, അന്നൽ ഇത്നാഅ ബി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് കൊണ്ട് ശ്രദ്ധിക്കല് മിൻ അഅ്ലമിൽ ഖുർബാത്തി, വണ്ണമായ ഇബാദത്തിൽപ്പെട്ടതാ. വദാലിക, ആ മൗലിദിനെ കരുതുക എന്നുള്ളതും ശ്രദ്ധിക്കുക എന്നുള്ളതും എന്തുകൊണ്ടൊക്കെ ഉണ്ടായിത്തീരും? യഹ്സുലു ബി ഇത്ആമി ത്വആമി, സദ്യ ഉണ്ടാക്കി ഭക്ഷിപ്പിക്കുക, അതുകൊണ്ടുണ്ടാകും. വ ഖിറാഅത്തുൽ ഖുർആനി, വിശുദ്ധ ഖുർആൻ പാരായണം നടത്തൽ കൊണ്ടും ഉണ്ടാകും. വ ദിക്റിൽ ഖസായിദിൻ നബവിയ്യ, ഹബീബ നബിയുടെ ചരിത്രങ്ങൾ പറയൽ കൊണ്ടും അതുണ്ടാകും. ഇത് മൂന്നും ഇന്ന് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചാൽ മൗലിദ് കിതാബിൽ പറയുന്ന ഖുർആനായത്തുണ്ട്. അതിൽ നബിയുടെ ചരിത്രങ്ങളുണ്ട്. ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ കൂടി അവിടെ കൂടി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ടൊക്കെ നബിയുടെ മൗലിദിനെ ശ്രദ്ധിക്കുക എന്നെല്ലാം ഉണ്ടാകും. അത് വണ്ണമാരി ഭാഗത്തും കൂടിയുമാണ്. ഫലാ ബുദ്ദ മിൻ ഖസ്ദിൽ യൗമില്ലദി വുലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി. അപ്പൊ നബി തങ്ങൾക്ക് ജന്മം നൽകപ്പെട്ട ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ കരുതലിനെ തൊട്ട് കൂടാതെ കഴിയുകയില്ല. അല്ലെങ്കിൽ ലൈലത്തില്ലത്തി ഉലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹ മിൻ അദദി അയ്യാമി ദാലിക ശഹർ ബിഐനിഹി. ആ മാസങ്ങളിൽ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസ എണ്ണത്തിൽ നബിതങ്ങൾക്ക് ജന്മം നൽകിയതായിരിക്കുന്ന രാത്രിയോ അല്ലെങ്കിൽ അതിന്റെ പകലോ കരുതൽ കൂടാതെ കഴിയൂല എന്ന. അപ്പൊ അത് കരുതിക്കൊണ്ട് അതിനെ ആസ്പദപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇബാദത്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മൻ അല്ലമ മൗലിദി, എന്റെ ജന്മദിവസം അല്ലെങ്കിൽ എന്റെ ജന്മസമയം ആരെങ്കിലും ആദരിച്ചാൽ, കുന്തു ഷഫീഅൻ ലഹു, ഞാൻ അവന് നാളെ അൽ യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ഞാൻ അവന് ശുപാർശകനാകും, ശഫാഅത്ത് ചെയ്യും. വമൻ അൻഫഖ ദിർഹമൻ ഫീ മൗലിദി, എന്റെ മൗലിദിലായിക്കൊണ്ട് ഒരു തുണ്ട് നാണയം ആരെങ്കിലും ചെലവഴിച്ചാൽ, ഫകഅന്നമാ അൻഫഖ ജബലൻ മിനൽ ദഹബി ഫീ സബീലില്ലാഹി തആല, അല്ലാഹുവിന്റെ മാർഗത്തിലായി സ്വർണമല ചെലവഴിച്ചതിനെ പോലെയായി എന്നാ റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ പൈസ ചെലവാക്കിയാലും. അത് നബി പറയുന്നു. എങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ ഫീ മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റഫീഖി ഫിൽ ജന്നത്തി എന്ന. നബിയുടെ മൗലിദിലായി ആ ജന്മദിനത്തിൽ ആദരിച്ചുകൊണ്ട് ആരെങ്കിലും നാണയം ചെലവഴിച്ചാൽ സ്വർഗത്തിൽ അവൻ എന്റെ കൂട്ടുകാരനായി എന്നാണ് നബിയുടെ മൗലിദിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. എങ്കിൽ വഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അല്ലമ മൗലിദൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാമ, നബിയുടെ മൗലിദ് ജന്മദിനത്തിന് ആരെങ്കിലും ആദരിച്ചാൽ അവൻ ഇസ്ലാമിന് ജീവൻ നൽകിയവനായി എന്ന. കാരണം ഇസ്ലാം ഉണ്ടായത് നബി വന്നതിന്റെ ശേഷമല്ലേ, നബി പഠിപ്പിച്ചിട്ടല്ലേ. അപ്പൊ ആ നബിയുടെ ജന്മമാസത്തെ ആ ദിവസത്തേക്ക് ആദരിച്ചാൽ ഇസ്ലാമിന് ജീവൻ നൽകിയവനെ പോലെ ആയിന്ന. അവൻ ജീവൻ നൽകിയ പുണ്യം കിട്ടും. ഇതൊക്കെ പുണ്യങ്ങളാ. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് വായിച്ചു, ആ മൗലിദ് ഓതുന്നതിന്റെ മേലിൽ
നാണയത്തെ ആരെങ്കിലും ചെലവഴിച്ചാൽ ഫകഅന്നമാ ഷഹിദ യൗമ വഖഅത്തി ബദർ വഹുനൈൻ, ഹുനൈൻ ബദർ എന്ന് പറയുന്ന യുദ്ധദിനത്തിൽ പങ്കെടുത്തവരെ പോലെയായി എന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്ത് പറയുന്നു? വഖാല അലിയുൻ കറമല്ലാഹു വജ്ഹഹു, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു മിനദ് ദുനിയ ഇല്ലാ ബിൽ ഈമാനി, നബി തങ്ങളുടെ ജന്മദിനത്തിനെ ആരെങ്കിലും ആദരിച്ചാൽ ദുനിയാവിൽ നിന്ന് അവൻ ഈമാനോടുകൂടെ പുറപ്പെട്ടു പോകും. അപ്പോ വളരെയധികം പുണ്യമുള്ള അമൽ തന്നെയാണ്, ഇബാദത്ത് തന്നെയാണ് മഹാന്മാർ ഇതൊക്കെ പറയുന്നത്. നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ജമഅ ലിമൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഖ്വാലൻ വഹയ്യ ലഹും തുആമൻ വഅമില ഇഹ്സാനൻ ബഅസഹു അല്ലാഹു യൗമൽ ഖിയാമത്തി മഅസ് സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബി തങ്ങളുടെ ജന്മദിനമാസത്തിൽ അല്ലെങ്കിൽ ജന്മദിനത്തിന് വേണ്ടി കുറെ ആളുകളെ മൗലൂദ് ഓതാൻ വേണ്ടി വിളിച്ചു. അവർക്കൊക്കെ ഭക്ഷണമുണ്ടാക്കി തയ്യാറാക്കി കൊടുത്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ അള്ളാഹു ഈ ഭക്ഷണമുണ്ടാക്കി സഹോദരന്മാർക്ക് ക്ഷണിച്ച് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവന് അന്ത്യദിനത്തിൽ അള്ളാഹു യാത്ര അയക്കുക ആരെ കൂടെയാണ്? സിദ്ദീഖീങ്ങളായ ആൾക്കാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ഈ 3 പാർട്ടിക്കാരുടെ കൂടെ അള്ളാഹു യാത്ര അയക്കും. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ചോറും കൂട്ടാനുണ്ടാക്കി മൗലിദ് ഓതിച്ച് സഹോദരന്മാരെ വിളിച്ച് അവർക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുത്തവനെന്നാ. അള്ളാഹ് ഈമാന്റെ ഭാഗമല്ല. അൽഹംദുലില്ലാഹ് സുന്നികളായ നമ്മളൊക്കെ കഴിച്ചിലായില്ല. അള്ളാഹു ഉൾപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ഓ യകൂനു ബി ജന്നാത്തിൻ നഈം, അതിനൊക്കെ കൂടെ ജന്നാത്തുൻ നഈമിൽ അവനാവുകയും ചെയ്യുന്ന, എല്ലാം കൊണ്ടും പുണ്യം നേടി റസൂലുള്ളാഹിന്റെ മൗലിദ് കഴിച്ചാല്. വഖാല സിദ്ദീഖ് സിഖ്തി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ഖസദ മൗളിഅൻ യുഖറഉ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ മൗലിദ് ഓതുന്ന ഒരു സ്ഥലം ഒരാൾ കരുതിയാൽ, അത് കരുതിയാൽ മതി, അത് കരുതിയാൽ തന്നെ ഫഖദ് ഉഅതിയ റൗളതൻ ഫിൽ ജന്ന, സ്വർഗീയ ആരാമത്തിനൊരു പൂന്തോപ്പ് അള്ളാഹു അവന് നൽകും. എന്തുകൊണ്ട്? ലിഅന്നഹു മാ ഖസദ ദാലികൽ മൗളിഅ, മൗലൂദ് ഓതുന്ന ആ സ്ഥലത്തെ അവൻ കരുതിയിട്ടില്ല. ഇല്ലാലി മുഹബ്ബത്തി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബ നബിയുടെ സ്നേഹം കൊണ്ടല്ല അത് കരുതിയിട്ടില്ല. നബിയോടുള്ള ആ സ്നേഹം കൊണ്ടല്ലേ ആ മൗലൂദ് ഓതുന്ന സദസ്സിലേക്ക് പോകുന്നത്. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞല്ലോ, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നതി, എന്നെ ആരെങ്കിലും ഇഷ്ടം വെച്ചാൽ അവൻ എന്നോടുകൂടെ സ്വർഗത്തിലാണ്. അപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം, ഈ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല പരിപാടികൾ നബി സ്നേഹിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ മഹാന്മാര് പറഞ്ഞ എല്ലാ പുണ്യം കിട്ടും. അൽഹംദുലില്ലാഹ്, വിവരമില്ലാത്ത അള്ളാഹു ഭാഗ്യം നൽകാത്ത ആളുകൾ എന്തൊക്കെ പറയുന്നു, അത്തരം പറച്ചിൽ കേട്ട് അവരുടെ വിദണ്ഡവാദങ്ങൾക്ക് വഴങ്ങാതെ ഇത്തരം അയിമ്മത്തുകളും മഹാരഥന്മാരും പറഞ്ഞ വാക്കിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾ കടിച്ചിലാകും. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നമുക്ക് നബിയോട് കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ജംഇന്റെ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. 23ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. വൽ മുഖയ്യദു ഫീ മൗളിഅൈനി, 2 സ്ഥലത്തുള്ള മുഖയ്യദ്
ബി മുതനാഫിയൈനി രണ്ടും എതിരാണ്. രണ്ട് മുഖയ്യദ് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, രണ്ടും എതിരാണ്. ഇങ്ങനെ എതിരായി കൊണ്ടുവന്ന മുഖയ്യദ് വഖദ് ഉത്ലിഖ ഫീ മൗദിൻ ഒരു സ്ഥലത്ത് ഇത്ലാഖുമുണ്ട്. അത് മൂന്ന് സ്ഥലമാണ്. ഒരു സ്ഥലത്ത് ഇത്ലാഖും രണ്ട് സ്ഥലത്ത് മുഖയ്യദ് എതിരായിട്ട് പരസ്പര വൈരുദ്ധ്യമായി നിൽക്കുന്ന മുഖയ്യദുമുണ്ട്. ഈ മുഖയ്യദ് ഒരു സ്ഥലത്ത് ഇത്ലാഖുണ്ടെന്നല്ലേ കമാബി ഖൗലിഹി തആല അള്ളാന്റെ വാക്കില് പറഞ്ഞതുപോലെ ബി ഖളാഇ അയ്യാമി റമളാൻ മാസത്തിലെ ദിവസങ്ങളിൽ നോമ്പ് ഖളാ കിട്ടുന്നിടത്ത് പറഞ്ഞല്ലോ അള്ളാഹ് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ മറ്റൊരു ദിവസങ്ങളിൽ ആ നോമ്പിനെ എണ്ണി കണക്കാക്കിയിട്ട് ഖളാ കിട്ടുക. ഇവിടെ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ ഇത്ലാഖാണ്. വബി കഫാറത്തുൽ ലിഹാറിന്റെ കഫാറത്തിന് പറഞ്ഞത് ഫസിയാമു ഷഹ്റൈനി മുതതാബിഈനി തുടരെ 2 മാസം നോമ്പ് വെൽക്കുക. ഇത് മുഖയ്യദാണ്. വബി സൗമി തമത്തിന്റെ നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞത് ഫസിയാമു സലാസത്തി അയ്യാം ഫിൽ ഹജ്ജില് 3 നോമ്പ്, 7 നോമ്പ് ഇദാറജായത്ത് നാട്ടിലേക്ക്. ഇങ്ങനെ 2 മുഖയ്യദും ഉണ്ട്, ഒരു ഇത്ലാഖും ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യുസ്തഗ്ന ഫീമാ ഉത്ലിഖ ഫീഹി ഏതൊന്നിലാണോ ഇത്ലാഖാക്കപ്പെട്ടതെങ്കിൽ ആ ഇത്ലാഖിൽ അതിന് ആവശ്യം തീർക്കപ്പെടും. അൻഹുമ ഈ 2 മുഖയ്യദിനെ തൊട്ടും അപ്പോൾ ഖൈദ് കൊടുക്കൂല, ആ ഇത്ലാഖ് തന്നെ നിർത്തുക. പക്ഷെ നിബന്ധനയുണ്ട്. ഇല്ലം യകുൻ ഔലാബി ആയതിഹിമ മിനൽ ആഖരി ഖിയാസൻ 2 മുഖയ്യദ് ഉണ്ടായിരിക്കെ രണ്ടിൽ ഒന്നുകൊണ്ട് ഈ മുത്ലഖ് ഔലയായിട്ടില്ലെങ്കിൽ മറ്റൊന്നിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതായിട്ടില്ലെങ്കിൽ ഖിയാസം നിലക്ക് ഏതുപോലെ കമാബി മിസാൽ മദ്കൂരി പറയപ്പെട്ട ഉദാഹരണത്തിൽ എന്താ ബിഅയ്യുബ്ഖ അലാ ഇത്ലാഖിഹി അതിനെ ഇത്ലാഖിന്റെ മേൽ തന്നെ നിർത്തണമെന്നല്ലേ പറഞ്ഞത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനത്തെ നിർത്താന്ന് പറഞ്ഞത്? ലി ഇംതിനായി തഖീദി ബിഹിമ ആ മുഖയ്യദിനെ ഈ 2 തഖീദ് മുഖയ്യദ് കൊണ്ട് ആ മുത്ലഖിനെ ഖൈദ് കൊടുക്കാൻ പാടില്ല. ലി തനാഫിഹിമ 2 എതിരാണ്. ഒന്ന് 2 മാസം തുടരെ, മറ്റോ നാട്ടിക്ക് മടങ്ങിയിട്ട് അജ്ജില് 3, ഇങ്ങനെ 2 മുഖയ്യദല്ലേ. അപ്പൊ അതുകൊണ്ട് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ എന്നുള്ളതിനോട് ഖൈദാക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വിവാഹിദും മിന്നുമ 2ൽ ഒന്നുകൊണ്ടും പറ്റുന്നില്ല. കാരണം ഇന്തിഫായി മുറജിഹി മറ്റൊന്നിനേക്കാൾ ഇതിനെ റാജിയാക്കുന്നു ഇവിടെ ഇല്ല. അപ്പോ വലാ യജിബു ഫീ ഖളാഇ റമളാന അങ്ങനെ വരുമ്പോ റമളാൻ മാസത്തിലെ നോമ്പ് ഖളാ വീട്ടുമ്പോ തത്താബുൻ തുടരെ വേണമെന്നില്ല. വലാ തഫരീഖും വിട്ടുപിരിക്കും വേണ്ട. അപ്പൊ തുടരെ എന്നുള്ളത് ലിഹാറിന്റെ നോമ്പില്, വിട്ടുപിരിച്ച നോമ്പുകൾക്കില്, ഹജ്ജിന്റെ തമത്തുവില് ഇങ്ങനെയൊക്കെയാകുന്നു. അമ്മ ഇതാക്കാന ഔലാബി തഖീദി ബിഅദിഹിമ മിനൽ ആഖിരി മിൻ ഹൈസുൽ ഖിയാസു ഖിയാസിന്റെ അടിസ്ഥാനത്തിൽ 2 മുഖയ്യദിൽ ആദ്യത്തെ മുഖയ്യദിനോട് രണ്ടാമത്തെ മുഖയ്യദിനേക്കാൾ ഇത്ലാഖിന് ഖൈദ് കൊടുക്കൽ കൊണ്ട് ബന്ധമുണ്ട് എന്ന് വെക്കുക. അതിനുദാഹരണം എങ്ങനെ പറയാം? അതിപ്പോ ഈ വജിദൽ ജാമിഉ ബൈനഹു വബൈന മുഖയ്യദിഹി ദൂനൽ ആഖിരി രണ്ടാമത്തെ മുഖയ്യദിനെ കൂടാതെ ഒന്നാമത്തെ മുഖയ്യദിന്റെ ഇടയിലും മുത്ലഖിന്റെയും ഇടയിൽ എന്തുണ്ട്? ജാമി 2 ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്നുണ്ടാവുക. അങ്ങനെ വരികയാണെങ്കിൽ ഖയ്യിദ ബി ആദ്യത്തെ മുഖയ്യദ് കൊണ്ട് മുത്ലഖിന് കൈ നൽകപ്പെടും. ബിനാഅൻ അല റാജിഹി അവിടെ റാജിയാക്കുന്ന ഒന്നിന്റെ മേലെടുത്തിട്ട് മിന്നൽ ഹംല ചുമത്തുക. അതിൽ ഖിയാസിയാണല്ലോ ആ നിലക്ക്. വയം കൈല പറയപ്പെട്ട ലഹുദിയാണോ ഖിയാസി ഒന്നും അല്ലെങ്കിലോ ഫല പിന്നെ വേണ്ടേനും. ഇങ്ങനെയാണ് മുത്ലഖ് മുഖയ്യദിന്റെ വിധികളൊക്കെ. ഇനി ലാഹിർ മുഅവ്വൽ ലാഹിറാകുമ്പോ അങ്ങനെ തന്നെ, മുഅവ്വലാകുമ്പോ വ്യാഖ്യാനിക്കേണ്ടി വരും. അയ്ഹാദ മബഹസുഹുമ ഇത് രണ്ടിന്റെയും ചർച്ച. അല്ലാഹിറു ലാഹിർ എന്ന് പറഞ്ഞാല് മാതല്ല ദലാലത്തുള്ള നീയത്തൻ റാജിഹായ രീതിയിൽ അറിയിക്കുന്ന ഒന്ന് എന്ന ഒരു മാനയുടെ മേലിൽ റാജിഹായതായ അറിയിക്കുന്നത് എന്ന അവ മർജുഹുണ്ട്. അത് വേണ്ട, ഇതാണ് ലാഹിർ. ഫയഹ്തമിലു ഗൈറു ദാലിക്കൽ മാന മർജുഹൻ. അപ്പോ ഇത് ഈ ലാഹിർ എഹ്തമിലു സാധ്യമാവും. ഗൈറു ദാലിക്കൽ മാന മർജുഹൻ മർജുഹായിട്ട് ഈ റാജിഹ് അല്ലാത്തൊരു അർത്ഥത്തിനും സാധ്യതയുണ്ട്. അതിന് ഉദാഹരണം കൽ അസദ് അസദി എന്ന് പറയും പോലെ. അസദി എന്ന് പറഞ്ഞാൽ റാജിഹു ബിൽ ഹയവാൻ മുഫ്തരിസി ആക്രമിക്കുന്ന ജീവിയാ. ആ ജീവി റാജിഹ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അസദ് സിംഹം. എങ്കിൽ മർജൂഹും ബിർ റജുൽ സുജായ്
ധീരത കാട്ടുന്ന ഒരാളിൽ അസദ് എന്ന് ഉപയോഗിക്കുന്നത് മർജൂഹുമാണ്. ഇങ്ങനെ വായിത്തി എന്ന് പറയുമ്പോൾ വായിത്ത് റാജിഉൻ ഫിൽ ഖാരിജിൽ മുസ്തഖിദറായിട്ട് മോശമായിട്ട് മ്ലേച്ഛമായി പുറപ്പെടുന്ന വസ്തുവിന് റാജിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് വായിത്ത്. പിന്നെ റാജിഹിന് എന്താ അങ്ങനെ പറയാൻ കാര്യം ഉറുഫ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ആ ഉറുഫ് അങ്ങനെ വന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത് റാജിഹ് എന്ന് പറയുന്നത്. അതേ സമയത്ത് മർജൂഹും ബിൽ മക്കാൽ മുത്മഇന്നി അൽ മൗളൂഇ ലഹു, അതിനായിട്ട് വെക്കപ്പെട്ടതായി അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ വായിത്തി എന്നതിന് ഉപയോഗിക്കുക ഇതിൽ മർജൂഹായിട്ടാണ് എന്നർത്ഥം ഭാഷാപരമായിട്ട്. അവൻ ആദ്യമായിട്ട് ഭാഷാപരമായിട്ട് അങ്ങനെ കൊണ്ടുവന്നത് അത് മർജൂഹ. ഹർജൻ നസ്സു, എന്നാ നസ് പോയി. നസ് ഇതുപോലെയൊക്കെ സെയ്ദ് എന്ന് പറയും. കാരണം അന്ന ദലാലത്തുഹു, സെയ്ദ് എന്ന് പറയുന്നത് നസ്സല്ലേ. ആ നസ് എന്താ അത് ഖത്ഇയ്യാൽ തന്നെ സെയ്ദിന്റെ മുസമ്മിയിൽ അറിയിക്കുന്നതാണ്, അവിടെ മറ്റൊന്നില്ല. അപ്പൊ ലാഹിരി അങ്ങനെയാണ് റാജിഹായ അറിയിക്കുന്ന ഒരാശയത്തിനും അറിയിക്കുന്ന ഒന്ന് എന്നർത്ഥം. വ്യാഖ്യാനം ഹംദുല്ലാഹിരി അലൽ മുഹത്തമിലിൽ മർജൂഹി, മർജൂഹായി ഇഹ്തിമാലാക്കപ്പെടുന്ന ഒന്നുണ്ടോ അതിന്റെ മേൽ ലാഹിറിനെ ചുമത്തുക എന്നുള്ളതാണ്. ഫൈൻ ഹുമില അലൈഹി, ആ മർജൂഹായ ഇഹ്തിമാൽ ഏതാണോ അതിന്റെ മേലിൽ എന്ത് ചെയ്തു ആ ലാഹിറിനെ ചുമത്തിയാൽ ദലീൽ ലക്ഷ്യമുണ്ടായിട്ട് ചുമത്തിയതാണെങ്കിൽ സഹീഹൻ, അത് കുഴപ്പമില്ല, നല്ലതാണ്. അവരുമായി ഉള്ളു ദലീലൻ, അല്ലെങ്കിൽ ദലീലാണെന്ന് വിചാരിച്ചുകൊണ്ട് ചുമത്തി. വലൈസബി ദലീലും ബിൽ വാഖി, യഥാർത്ഥത്തിൽ അത് ലക്ഷ്യമല്ലതാനും. എന്നാ പിന്നെ ആ ചുമത്തൽ ഫാസിദാണ്. ഔലാലി ഷെയ്ൻ, അല്ലെങ്കിൽ ഒന്നുമില്ല, ദലീലുമില്ല അല്ലെങ്കിൽ വിചാരമല്ല, വെറുതെ ചുമത്തി. ആ പിന്നെ അതിന് കളി എന്നാ പറയാ, ലാ തഅ്വീൽ വ്യാഖ്യാനമല്ല. ഹാദാ കുല്ലുഹു ലാഹിറും, ഇതൊക്കെ എല്ലാവർക്കും വ്യക്തമായതാണ്. സുമ്മ തഅ്വീലു, പിന്നെ തഅ്വീല് ഖരീബുൻ യതുറജ്ജഹു അലൽ ലാഹിരി, ലാഹിറിന്റെ മേലിൽ എന്താവാ റാജിയാക്കുക. അങ്ങനെ റാജിയാക്കാൻ പറ്റുന്ന ഖരീബുണ്ട് തഅ്വീല്. ബി അദ്നാ ദലീൽ, താന്നൊരു ദലീൽ മതി. അങ്ങനത്തെ ഒരു ദലീൽ കൊണ്ട് ലാഹിറിന്റെ മേൽ റാജിയാക്കുക. അങ്ങനെ റാജിയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഖരീബായി തഅ്വീല്. ഉദാഹരണം ഇദാ ഖുംതും ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാ അവിടെ കൊടുത്തത്. അവിടെ ഖുംതും ഇതിന് അർത്ഥം വെക്കുന്നത് ഐ അസംതും അലൽ ഖിയാമി ഇലൈഹ, നിസ്കാരത്തിലേക്ക് നിൽക്കാൻ വേണ്ടി നിൽക്കലിന്റെ മേൽ ഉറപ്പിച്ചാൽ എന്ന. ഇതിപ്പോ ഒരു അദ്നാ ദലീൽ കൊണ്ട് തന്നെ ഖരീബായ ഒരു റാജിയായ ലാഹിറിന്റെ മേൽ ചുമത്താം. ആ ലാഹിറിന്റെ മേൽ ചുമത്തി റാജിയാണ് അദ്നാ ദലീൽ കൊണ്ട് തന്നെ ഖരീബുമാണ്. അപ്പൊ ബഈദ്, തഅ്വീല് ബഈദുണ്ട്. ലാ യതറജ്ജഹു, അത് റാജി ആവൂല അലൽ ലാഹിരി, ലാഹിറിന്റെ മേൽ ചുമത്താൻ. ലാഹിറിന്റെ മേൽ റാജി ആകൂല ഇല്ലാ ബി അഖ്വാ മിൻഹു, അദ്നാ ദലീലിനേക്കാൾ ശക്തമായ ദലീൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്താ പറ്റൂല, ലാഹിറിനേക്കാൾ റാജി ആവണം. അങ്ങനെ ലാഹിറിനേക്കാൾ റാജി ആകൂല. മറ്റൊരുത്ത് ലാഹിറിനേക്കാൾ റാജി ആവുന്ന ഖരീബ്. ഇവിടെ ലാഹിറിനേക്കാൾ റാജി ആവാത്ത ബഈദായ തഅ്വീല. ഫദക്കറൽ മുസന്നിഫു മിൻഹു, ആ ബഈദിൽ മുസന്നിഫ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അതിന് മുസന്നിഫ് പറയുന്നു അമിനൽ ബഈദിൽ പെട്ടതാണ് തഅ്വീലു അംസിക് അർബഅൻ അല ഇബ്തദി എന്നത്. അംസിക് അർബ, 4 എണ്ണത്തിന് നീ പിടിച്ചു വെക്ക് എന്നതിന് വ്യാഖ്യാനിച്ചു അല ഇബ്തദി എന്നതിന്റെ മേലിട്ടിട്ട് തഅ്വീൽ ചെയ്തു. അത് ബഈദിൽ പെട്ടതാ എന്ന് പറഞ്ഞാൽ ഐ തഅ്വീലുൽ ഹനഫിയ്യ, ഹനഫി മദ്ഹബുകാരുടെ വ്യാഖ്യാനം. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വാക്കിന് ലിഖയലാൻ ബിൻ സലമ സഖഫി ഗോത്രക്കാരനായ ഖയലാൻ ബിൻ സലമിനോടാണ് നബി പറഞ്ഞത്. വഖദ് അസ്ലമ, അദ്ദേഹം മുസ്ലിമായി. അല ആശരി നിസ്വ, അദ്ദേഹത്തിന് 10 ഭാര്യമാരുണ്ട്. അങ്ങനെ മുസ്ലിമായി വന്നപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അംസിക് അർബഅ, 4 ഭാര്യമാരെ എടുത്തോ, ബാക്കി വഫാരിഖ് സായിറഹുന്ന, മറ്റു ഭാര്യമാരോട് നീ വിട്ടുപിരിയണം എന്ന് പറഞ്ഞു. റവാഹു ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഈ സംഭവം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസ് അല്ലാത്തവരും. ഇവിടെ ഇമാം അബു ഹനീഫ മദ്ഹബുകാര് അലബ്തദി നിക്കാഹ് അർബഅ മിൻഹുന്ന ഫീമാ ഇദാ കാന നക്കഹുന്ന മഅൻ,
ഇവിടെ ഇബ്തദി എന്നതിന്റെ മേല് ചുമത്തി തൈവിൽ ചെയ്തു. എന്ത്? നിക്കാഹ് അർബഅ മിൻഹുന്ന, അവകൾ 4 പെണ്ണുകൾ നിക്കാഹ് അയച്ചു തുടങ്ങിക്കോ. എപ്പോ? ഫീമാ ഇദാ കാന നക്കാഹുന്ന മഅൻ, അത് ആ 4 പെണ്ണുകൾ നിക്കാഹ് അയച്ചത് ഒപ്പമാണ് എങ്കിൽ. എന്താ കാരണം? ലിമുത്തലാനിഹി, അത് ബാത്തിലാണ്. കൽ മുസ്ലിമി, മുസ്ലിമിനെ പോലെ തന്നെ എന്ന. ബിഖിലാഫി നിക്കാഹിന്ന മുറത്തബൻ, ക്രമീകരിക്കപ്പെട്ട രീതിയിൽ നിക്കാഹ് ചെയ്താണെങ്കിലോ കുഴപ്പമില്ല. അപ്പൊ യംസിക്കുൽ അർബഅൽ അവയില, എങ്കിൽ ആദ്യത്തെ 4 ഭാര്യമാരെ പിടിച്ചു വെച്ചു. ഇങ്ങനെ വ്യാഖ്യാനം ഹനഫി മദ്ഹബുകാർ കൊടുത്തത്. എങ്കിൽ ഇവിടെ നമ്മൾ പറയണത് എന്താണ്? മുസന്നിഫ് പറയുന്നത് ഇപ്പോ ഈ ദലീല് തഅ്വീല് ബുഇദാണ്. ഈ ദലീല് ബുഇദാവാനുള്ള ന്യായം അന്നൽ മുഖാത്തബ ബിമഹല്ലിഹി, ഇവിടെ അഭിമുഖ സംഭാഷണം ചെയ്യപ്പെട്ട വ്യക്തി ബിമഹല്ലിഹി, തന്റെ മഹല്ലുമായി ഖരീബുൻ, അടുത്താണ് മൂപ്പര്. അതായത് മഹല്ല് എന്ന് പറഞ്ഞാൽ തഅ്വീലിന്റെ മഹല്ല്. ഇവിടെ ഈ തഅ്വീലിന്റെ മഹല്ല്, ഈ മഹല്ല് കൊണ്ട് മുഖാത്തബ് ഖരീബും അഹദിൻ ബിൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് അടുത്ത് വന്ന ആളാണ്. ലൻ യസ്ബഖു ലഹു ബയാനു ശുറൂത്തിൻ നിക്കാഹി മഹാജത്തി ഇലാ ദാലിക, ബയാനിലേക്ക് മൂപ്പര് ആവശ്യമുണ്ടായിരിക്കെ നിക്കാഹിന്റെ നിബന്ധനകൾ വിശദീകരണമൊന്നും അയാൾ കിട്ടിയിട്ടുമില്ല. ഇസ്ലാമിലേക്ക് അടുത്ത് വന്ന ആളാണ് താനും. വലയുങ്കൽ തജ്ദീദു നിക്കാഹിൻ മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് പുതിയതായൊരു നിക്കാഹ് ചെയ്യണമെന്ന് നഖൽ ചെയ്യപ്പെട്ടിട്ടുമില്ല. വലാമിൻ ഗൈരി, വേറെ ഒരാളിൽ നിന്നും നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല. മാ കസറത്തിയും, ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വതവഫുരിദവായി, ഹമലത്ത് ശരീഅത്തി അലാ നഖിലിഹി ലൗ വഖഅ, അങ്ങനെ നിക്കാഹ് തജീദ് നിക്കാഹ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നഖൽ ചെയ്യേണ്ട മേലിൽ ശരീഅത്തിനെ ചുമക്കുന്ന ആളുകളെ പ്രേരിപ്പിക്കുന്നതിനെ പൂർത്തിയാക്കി കൂട്ടുന്നവരും അത്ര നല്ല ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവിടെ ഇബ്തദി എന്നതിന്റെ മേല് അംസിക്ക് അർബഅൻ എന്നതിനെ തഅ്വീൽ ചെയ്ത് കൊണ്ടുവന്നത് ബുഇദാണ്. അതാണ് നമ്മുടെ വിഷയം. വമിനൽ ബാഇദി, വീണ്ടും പറയുന്നു ബാഇദിൽ പെട്ടതാണ് തഅ്വീലുഹും സിത്തീന മിസ്കീനൻ, സിത്തീന മിസ്കീനൻ എന്നതിനെ അവർ തഅ്വീൽ ചെയ്തു. മിൻ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിലുണ്ടല്ലോ സിത്തീന മിസ്കീൻ. എന്താണ്? ഇത്ആമു സിത്തീന മിസ്കീൻ, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാതെ. ഇവിടെ സിത്തീന മിസ്കീൻ എന്ന് പറഞ്ഞതിനെ തഅ്വീൽ ചെയ്ത് അലാ സിത്തീന മുദ്ദൻ, 60 മുദ്ദ് എന്നതിന്റെ പേരിലാണ് 60 മുദ്ദ് കൊടുക്കുക. അതെങ്ങനെ? ബിഅയ്യുഖദ്ദറ മുലാഫൻ, ഒരു മുലാഫിനെ സങ്കല്പിക്കുക. അതായത് ഔ തുആമ സിത്തീന മിസ്കീനൻ, 60 മിസ്കീന്മാർക്ക് ഭക്ഷണത്തെ കൊടുക്കുക. അപ്പൊ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒഹുവ, അത് സിത്തൂന മുദ്ദൻ, 60 മുദ്ദാണ്. ഇങ്ങനെയാണ്. ഫയജൂസു ഇഅ്താഉ ലി മിസ്കീനിൻ വാഹിദിൻ, അപ്പോൾ ഒറ്റ മിസ്കീന് തന്നെ ഫി സിത്തീന യൗമൻ, 60 ദിവസത്തിൽ ഇത് കൊടുത്താൽ മതിയാകും. ഏതുപോലെ? കമാ യജൂസു ഇഅ്താഉ ലി സിത്തീന മിസ്കീന ഫി യൗമിൻ വാഹിദിൻ, ഒറ്റ ദിവസത്തിൽ 60 മിസ്കീന്മാർക്ക് ആ ഭക്ഷണം കൊടുക്കൽ ജായിസായതുപോലെ എന്നുള്ളതാണ്. കാരണം അന്നൽ ഖസ്ദ ബിഇഅ്താഇ, അവിടെ ഭക്ഷണം കൊടുക്കുക എന്നതുകൊണ്ടുള്ള കരുത്ത് ദഫ്അൽ ഹാജത്തി, അവിടെ ആ ആവശ്യം തടുക്കലല്ലേ. ഹാജത്തിൽ വാഹിദി, ഒരാൾക്കുള്ള ആവശ്യത്തെ തടുക്കുക എന്നുള്ളത് ഫി സിത്തീന യൗമൻ, 60 ദിവസത്തിൽ ഒരാൾക്കുള്ള ആവശ്യം കൊടുത്ത് വീട്ടുക എന്നുള്ളത് കദഫ്ഇ ഹാജത്തി സിത്തീന ഫി യൗമിൻ വാഹിദ്, ഒറ്റ ദിവസത്തിൽ 60 ആൾക്കുള്ള ആവശ്യം വീട്ടും പോലെയല്ലേ. ഇങ്ങനെയാണ് തഅ്വീല്. എന്നാൽ നമുക്കവിടെ പറയാനുള്ളത് ഈ തഅ്വീല് ഖരീബല്ല, ബുഇദ. വവജ്ഹു ബുഇദിഹി, ഇത് ബുഇദാവാനുള്ള കാരണം, അതിനുള്ള ന്യായം അന്നഹു ഇഅ്തബറ ഫീഹി മാലം യുദ്കർ മിനൽ മുലാഫി, മുലാഫിനാൽ പറയപ്പെടാത്ത ഒന്നിനെ ഈ പറയുന്ന വിഷയത്തിൽ ലാഹിറിൽ അവരെന്തായി പരിഗണിച്ചു. വഉൽഖിയ മാ ദുകിറ മിൻ അദദിൽ മസാകീനിൽ ലാഹിരി ഖസ്ദുഹു,
പറയപ്പെട്ടതിനെ ഒഴിവാക്കി, അത് ഇല്ലാതെയാക്കി. അതെന്തിനാൽ 60 മിസ്കീന്മാരുടെ എണ്ണമാണ് ഇവിടെ പറയപ്പെട്ടത്, അത് ഒഴിവാക്കി. എങ്ങനത്തെ എണ്ണം എന്നറിയാം? അള്ളാഹിന് വെളിവാകുന്നത്, മനസ്സിലാകുന്നത് ഖസ്ദുഹു, അതിന്റെ കരുത്ത്, ലിഫദ്ലിൽ ജമാഅത്തിന്റെ പുണ്യത്തെയാണ് അവിടെ കരുതുന്നത്. ബറക്കത്തിയും അവരുടെ ബർക്കത്തുമാണ് കരുതുന്നത്. തലാഫിന് ഖുലൂബിയും അവരുടെ ഹൃദയങ്ങളൊക്കെ വിജയിക്കുക, അലദ്ദുആഇൽ മുഹ്സിനി, നല്ല കാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലിന്റെ പേരിൽ അവരുടെ ഹൃദയങ്ങൾക്ക് വിജയിക്കണം. അത്ര വിജയങ്ങളും ബർക്കത്തുകളും ശ്രേഷ്ഠതയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ലാഹിർ. ആ ലാഹിറായ എണ്ണത്തെയും കളഞ്ഞു. അങ്ങനെ പോയതുകൊണ്ട് ബഈദ, അതിനാവശ്യമില്ലായിരുന്നു. ഒമിനൽ ബഈദിൽപ്പെട്ടതാണ് തഅ്വീലുകളും അവർ വ്യാഖ്യാനിച്ചത്. തഅ്വീലായ ബഈദായ തഅ്വീല എന്തിനെ? ഹദീസ് അബീ ദാവൂദ് വഗൈരിഹി, അബൂദാവൂദിന്റെയും അല്ലാതെയും ഹദീസിനെ വ്യാഖ്യാനിച്ചു. എന്ത്? അയ്യമംറഅത്തിൻ നകഹത്ത് നഫ്സഹ, ഏതൊരു പെണ്ണും അവരുടെ സ്വന്തം ശരീരത്തെ നിക്കാഹ് കഴിച്ചു കൊടുത്താൽ എന്ന, ബിഗൈരി ഇദ്നി വലിയിഹ, അവളുടെ വലിയിന്റെ സമ്മതമില്ലാതെ, ഫനിക്കാഹുഹ ബാത്തിലുൻ, ആ നിക്കാഹ് ബാത്തിലാണ് എന്ന. വഫീ റിവായത്തിൽ ബൈഹഖി ഇമാമിന്റെ റിപ്പോർട്ടിൽ കാണാം, ഫഇൻ അശ്വാബഹ, അങ്ങനെ അവൾ എത്തിച്ചാൽ, അതായത് അവളുമായി ബന്ധപ്പെട്ടാൽ, ഫലഹ, അവൾ കൊണ്ട്, മഹറു മിസ്ലിഹ ബിമ അസ്വാബ മിൻഹ, അവളിൽ നിന്ന് എത്തിച്ച കാരണം കൊണ്ട് അവൾക്ക് മഹറു മിസ്ലി കൊടുക്കണം എന്ന റിപ്പോർട്ടിലും കാണുന്നുണ്ട്. ആവട്ടെ, ഇവിടെ അയ്യമംറഅത്തിൻ നകഹത്ത് നഫ്സഹ എന്നതിനെ തഅ്വീൽ ചെയ്തു കൊണ്ടുവന്നത് എന്തിന്റെ മേൽ ചുമത്തി? അലസ്സഗീറത്തി വൽ അമത്തി വൽ മുകാത്തബത്തി എന്നാണ്. ഐ ഹമലഹു അവ്വലൻ, ആദ്യം അതിനെ ചുമത്തിയത് ബഅദും ചിലർ ആ പറഞ്ഞത് ചെറിയ സഗീറത്തായ പെണ്ണിനാണ്. കാരണം ലിസിഹത്തി തസ്വീജിൽ കബീറത്തി നഫ്സിഹ ഇൻദഹും, ഈ അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ അടുക്കൽ വലിയ പെണ്ണ് അവിടെ സ്വന്തം ശരീരത്തെ അവൾ തന്നെ കെട്ടിച്ച ശരിയാകുമെന്നൊരു അഭിപ്രായം ഉണ്ടാകുമ്പോൾ ഈ പറയുന്നത് ശരിയല്ലാതെ ചെറിയ പെണ്ണിനെ കുറിച്ചാണ്. കസാഇരി തസറുഫാത്തിഹ, അവളുടെ മറ്റു തസറുഫാത്തുകളൊക്കെ കൈകാര്യങ്ങളൊക്കെ ശരിയാകുന്നതുപോലെ വലിയ പെണ്ണ് സ്വന്തം അവൾ തന്നെ കെട്ടിച്ചെടുത്ത ശരിയാകും എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഈത്ര നൽകപ്പെട്ടു ബി അന്ന സഗീറത്ത, സഗീറത്തിന്റെ മേൽ ചുമത്തുന്നത് ശരിയല്ല. ലൈസത്തും റാത്തൻ, അവിടെ പെണ്ണായിട്ടില്ലല്ലോ. ബിഹുക്മിൽ ലിസാനി, ഭാഷാപരമായി തന്നെ ചിന്തിച്ച പെണ്ണായിട്ടില്ല അവള്. നാവിന്റെ വിധി എന്ന് പറഞ്ഞാൽ സാധാ വിധി പറയാൻ പെണ്ണായിട്ടില്ല. ഫഹമലുഹു ബഅദുൻ ആഖറു, മറ്റൊരാള്, ആരെയും വേറെ ഒരാള് എന്ത് ചെയ്തറിയാമോ? പിന്നെ ചുമത്തി വേറെ ചില ആൾക്കാര് അതിൽ അമത്ത്, സൈറത്തല്ല അമത്തിന്റെ മേലിലാണ് എന്നാ. അമത്ത് ചെയ്താൽ ശരിയാവില്ല എന്ന്. കൗലിഹി ഫലഹ മഹ്റു മിസ്ലിഹ എന്നുണ്ട്. അവളെ പോലത്ര മഹർ അവൾക്കുണ്ട് എന്നാണ് ഹദീസ് കണ്ടിട്ടില്ലേ? ആ വാക്കുകൊണ്ട് ഇതിനെ ഇത്റാദ് ചെയ്തു. കാരണം എന്റെ മഹറൽ അമത്തി, അമത്തിന്റെ മഹർ ആർക്കുള്ളതാണ്? സയ്യിദിഹ, അതവളെ സയ്യിദിനുള്ളതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ അവളെ മേല് നക്കാത്തും നഫ്സാന്നില്ല ചുമത്തുക? ആ പറ്റില്ല. ഫഹമലുഹു ബഅദും മുതഅഖിർ, വേറെ മുതഅഖിരീങ്ങളായ ബഅദ് ചുമത്തി. അല മുകാത്തബത്ത്, മുകാത്തബത്തിന്റെ മേലിൽ ചുമത്തി. ഇന്നൽ മഹർ ലഹ, മഹർ അവൾക്കുള്ളതല്ലേ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ചുമത്തിയത്. ഈ തഅ്വീൽ ഇതാണ്, ബഈദാണ്. വവജ്ഹു ബുഅദിഹി അലാ കുല്ലി, സഈറത്തോ അമത്തോ മുകാത്തബത്തോ ഇതിന്റെ മേലൊക്കെ തഅ്വീൽ ചെയ്താൽ ബുഅദ. അതിനുള്ള ന്യായം എന്താന്ന് ചോദിച്ചാൽ അന്നഹു ഖസ്റുൻ ലിൽ ആമിൽ മുഅക്കദി ഉമൂമുഹു, ഉമൂമിനെ ശക്തിപ്പെടുത്തുന്ന അറാമുണ്ട് ഇവിടെ. ആമിനെ ഖസറാക്കി അലാ സൂറത്തി നാദിറത്തിൻ, അപൂർവമായി സംഭവിക്കുന്ന രൂപത്തിന്റെ മേലിൽ ആണ് ഇതിനെ ഖസറാക്കിയത്. അതുകൊണ്ടാണ് മുഅദായത്. മഅലൂരി ഖസ്ദി ഷാരിഇന്റെ കരുത്ത് വെളിവാവുന്നതോടുകൂടെ. എന്താ ഷാരിഇന്റെ കരുത്ത്? ഉമൂമുഹു, അത് ആമാക്കലാണ് ഷാരിഇന്റെ കരുത്ത്. എന്തുകൊണ്ട്? ബിഅൻ തുംനഅൽ മർഅതു മുത്ലഖൻ മിൻ ഇസ്തിഖ്ലാലിഹാ ബിൻ നികാഹി അല്ലദീ
ലാ യലീഖു ബിമഹാസിനിൽ ആദാത്തി ഇസ്തിഖ്ലാലുഹു ബിഹി. നല്ല പതിവുകൾ അതിനോട് യോജിച്ചതല്ല നിക്കാഹ് ചെയ്യൽ കൊണ്ട് ഒരു പെണ്ണ് തനിക്കുക എന്നുള്ളത്. അങ്ങനത്തൊരു നിക്കാഹ് അവളുമായി തനിക്കാനേ പാടില്ല എന്ന് ഇത്ലാഖ് നിലക്ക് തന്നെ ഒരു പെണ്ണിനെ തടയുക എന്നുള്ളതാണ് അതിന്റെ ഉമ്മുവിന് ഷാരി കരുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ വെളിവായതും. അതോടൊപ്പം തന്നെ നാദിറായ കുറച്ച് അപൂർവമായി സംഭവിക്കുന്ന രൂപത്തിന്റെ മേൽ കൊണ്ട് തഅ്വീൽ ചെയ്തു പറ്റില്ല. ഒമിനൽ ബഈദിൽപ്പെട്ട തന്നെയാണ് തഅ്വീലും അവരുടെ വ്യാഖ്യാനം. ഹദീസ് ലാ സിയാമ ലിമൻ ലൻ യുബയ്യിത്, രാപ്പാർപ്പിക്കാത്തവർക്ക് നോമ്പില്ല എന്നാ. സിയാമിലല്ലൈൽ, രാത്രിയിൽ നോമ്പിനെ കരുതാത്തവർക്ക് നോമ്പില്ല. ഈ ഹദീസിന് തഅ്വീൽ ചെയ്തു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂദാവൂദും അല്ലാത്തവരുമാണ്. ബിലഫ്ളി മൻ ലൻ യുബയ്യിത് സിയാമ മിനൽ ലൈലി ഫലാ സിയാമ ലഹു എന്ന. ഇങ്ങനെ കൊണ്ടേകാണ്ട് ആ ലാ സിയാമ ലിമൻ ലൻ യുബയ്യിത് എന്നതിനെ അലൽ ഖളാഇ വന്നദിരി, ഖളാ അതുപോലെ നേർച്ച, ഇതിന്റെ മേലിലാണ് പറഞ്ഞത്. രാത്രിന്റെ വേണമെന്ന ലിസിഹത്തി ഗൈരിഹിമ, ഇത് രണ്ടുമല്ലാതെ നോമ്പ് ശരിയാണ്. ബിനിയ്യത്തി മിനൻ നഹാരി, എന്തും അത്തരം ആൾക്കാരുടെ അടുക്കൽ പകൽ നിയ്യത്ത് വെച്ചാലും ശരിയാവും. അപ്പൊ ശരിയാവില്ല എന്ന് പറഞ്ഞത് ഖളാഉന്റെ ദുർമാണ്. വജുഹു ബുഅദിഹി, ഇത് ബുഅദാണെന്നതിന് ന്യായം. അന്നഹു ഖസ്റുൽ ആമിൻ നസ്ഫിൽ ഉമൂമി, ഉമൂമിൻ നസ്സായി വന്നൊരു ആമാണ്. ആ ആമിനെ ചുരുക്കി അലാ നാദിരിൻ, കുറഞ്ഞതിന്റെ മേലിൽ കൊണ്ട്, അപൂർവമായി സംഭവിക്കുന്നതിന്റെ മേലിൽ. കാരണം ലിനുദറത്തിൽ ഖളാ വന്നദർ, നേർച്ച നോമ്പ് ഖളാ നില കുറവാണ്. ബിനിസ്ബത്തി ഇലസ്സോമിൽ മുകല്ലഫി ബിഹി ഫി അസ്രി ശറഈ, ശറഇന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് കൊണ്ട് തക്ലീഫ് ചെയ്യപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന് നോമ്പിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അപൂർവമായല്ലേ ഖളാ ഉണ്ടാവുകയുള്ളൂ, അപൂർവമായിട്ടല്ലേ നെതിരുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള തഅ്വീലൊക്കെ ബിദ്അത്താണ് എന്നുള്ളതാണ് അതിന് ന്യായം. ഇങ്ങനെയാണ് ലാഹിർ തഅ്വീലിനെ കുറിച്ചുള്ള വ്യാഖ്യാനം. ബാക്കി ഇൻഷാ അല്ലാഹ് തുടരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഇത് തമ്മിൽ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.